മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബിഗ് ബോസ് നമ്മളെ ചീറ്റ് ചെയ്യായിരുന്നോ അതോ ബിഗ് ബോസ് മാറ്റി ചിന്തിച്ചതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ജസ്റ്റ് ചെറിയ ചീറ്റിങ് അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, എവിക്ഷൻ വേണ്ട, സസ്പെൻഷൻ ആക്കാതെ അങ്ങനെ അവർ തീരുമാനിച്ചു തോന്നുന്നു. എവിക്ഷൻ കൊടുത്ത് രണ്ടുപേര് പുറത്തു പോയി കഴിഞ്ഞ് ഇനി 17 പേരാവും. അതെ, ഇതിപ്പം 100 ദിവസം എന്നുള്ളത് 50 ദിവസം കൊണ്ട് തന്നെ തീർക്കേണ്ടി വരുന്നു. വേറെ ആൾക്കാരെ കിട്ടുന്നില്ല. പിന്നെ വീക്കെൻഡിലേക്ക് വരുമ്പോ അപ്പോഴും വിടണം ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ. അപ്പൊ 3 പേര് 4 പേരുടെ അടുത്ത് ഒരാഴ്ചയല്ലോ. എന്തപ്പത്? അപ്പൊ എന്തായാലും അവര് മാറ്റിപ്പിടിച്ചു, തീരുമാനം മാറ്റി എന്നുള്ളതാണ് തോന്നിയത്. മാറ്റിയത് നല്ല അടിപൊളി തീരുമാനമാണ്. അതെ, സസ്പെൻഷനാണ്. അതും മിഡ് വീക്ക് സസ്പെൻഷൻ, അതും ഡെഡ് റൂമിലേക്ക്. ഡെഡ് റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ സീക്രട്ട് റൂം ഉണ്ടല്ലോ, അതുപോലെ അല്ല. ഇവർക്ക് അവിടെ വെളിച്ചോ ഒരു കുന്തം ഉണ്ടാവില്ല. വെളിച്ചം ഉണ്ടാവും, ക്യാമറയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇവരെ ആരും പുറത്ത് കാണൂല. വെളിച്ചമുണ്ട്, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇവരെ പുറത്ത് കാണാൻ പറ്റൂല. അതെ അതെ, പ്രേക്ഷകർക്കും വെളിച്ചം കാണൂല. അതാണ്, ഭൂലോകം കാണാൻ പറ്റൂല. അതെ, അതിലും ഭേദം പുറത്തു പോവാൻ കേട്ടോ. അതെ, ഒരു 2-3 ദിവസമൊക്കെ നിന്നിങ്ങനെ ചെറുപ്പളേ ടോർച്ചറിങ് ആട്ടോ, ഭയങ്കര ടോർച്ചറിങ് ആയിപ്പോവും. എന്തായാലും ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടിയിട്ട് 6 ആൾക്കാരായിരുന്നു സെലക്ട് ചെയ്യപ്പെട്ടത്. അത് ഒന്ന് റന ഫാത്തിമ, അനീഷ്, പിന്നെ ശാരിക, പിന്നെ സരിക, പിന്നെ ഒണിയൻ, അതായത് സാബു, പിന്നെ സാരികനെയും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരെ പറഞ്ഞു. വേറെ ഒരാളുണ്ടല്ലോ, സരിക, ശാരിക, റന ഫാത്തിമ, ഒനിയൽ, സാബു, അനീഷ്, പിന്നെ രേണുസുതി ഞാൻ പറയാത്തത്. 6 പേര്. അപ്പൊ അങ്ങനെ 6 പേരായിരുന്നു. അപ്പൊ ഇവർക്ക് വേണ്ടി മത്സരിക്കാൻ 2 പേരെ തെരഞ്ഞെടുക്കണം. അതില് ഇവർ ഓരോരുത്തരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് 2 പേരായിട്ട്. ഇതിനകത്ത് ഇവര് തെരഞ്ഞെടുത്ത് ഇവര് ഈ ഗെയിം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സേഫാണ്. അതായത് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് 4 പേര് സേഫ് ആവും. അതെ, 2 പേരാണ് പുറത്തു പോവുക, അതായത് ഡെഡ് റൂമിലേക്ക് പോവുക. എന്നിട്ട് അതിനുശേഷമുള്ള മറ്റുള്ളവരുടെ ടാസ്കിനനുസരിച്ച് അവർക്ക് തിരിച്ചു വരാം. തിരിച്ചു വരുന്നത് എപ്പോഴാന്നുള്ളത് പറയാൻ പറ്റില്ല. അത് തിരിച്ചു വരുമോന്ന് പോലും അറിയാൻ പറ്റില്ല. അത് ചിലപ്പോ ആ വഴിക്ക് തന്നെ പോയിക്കോളാൻ പറയും. ചിലപ്പോ സസ്പെൻഷൻ എന്താക്കും, ചിലപ്പോ അതെ എക്സിറ്റ് ആക്കി മാറ്റും ചിലപ്പോ. ഓക്കെ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സസ്പെൻഷൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള 6 ആൾക്കാർ തയ്യാറാണ് മത്സരിക്കാൻ. അവർക്ക് വേണ്ടി അവര് തെരഞ്ഞെടുത്ത ആൾക്കാർ ആരൊക്കെയെന്നുള്ളത് പറയാം. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ടാസ്ക് നടക്കാൻ പോവാണ്. ടാസ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെളി. അതെ, അതില് നിറച്ചും കോയിൻസ് ഉണ്ടാവും. കോയിൻസ് കളക്ട് ചെയ്യാൻ തന്നെയാണ് വേണ്ടത്. കോയിൻസ് കളക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ആരാണോ അവര് വിൻ ചെയ്യും. എന്താണെങ്കിലും തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. റന ഫാത്തിമ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജിസലിനെയും ആര്യനെ. അത് പെട്ടെന്ന് ചാടി കയറി പറഞ്ഞതാ. അതായത് ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് മറ്റേ ഫിസിക്കൽ ടാസ്കും ഗെയിമും ഒക്കെ കളിക്കുന്ന അവരാണ്. അതെ, ജിസലും ആര്യനും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലൻ ടാസ്ക് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ റന ഫാത്തിമക്ക് നല്ല ഗുണം ചെയ്യും അത്. പിന്നെ അടുത്തത് ശാരിക. ആള് വിളിച്ചിരിക്കുന്നത് നമ്മുടെ നൂറ, ആദില, നൂറ. അതെ, പിന്നെ ബിന്നിന് നല്ല ടാസ്ക് നല്ല ഗംഭീരമായിട്ട് കളിക്കും. പിന്നെ അല്ലാതിരിക്കുമ്പോഴും കഴിഞ്ഞ ഗെയിമിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. അതെ, പിന്നെ ആദില, നൂറ 2 പേരുണ്ട്. അത് 2 പേരെയും കിട്ടുമെന്ന്. അത് ചിലപ്പോ ബിഗ് ബോസ് ചിലപ്പോ 2 പേരെയും കളിപ്പിച്ചൊന്നും വരില്ല. ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും പങ്കെടുക്കാൻ പറ്റുക. 2 പേരെയും കളിപ്പിച്ചാൽ അത് ബെനിഫിറ്റാണ്. 3 പേരാണ് പോയിന്റ് പറക്കുക. അപ്പൊ അതിന്റേതായ ലാഭം കിട്ടും. അതെ, എത്ര പെർക്കികൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. മൊത്തം പെർക്കികളാവോ? ഓക്കെ, അടുത്തത് സാബു. സാബു സെലക്ട് ചെയ്ത് ഷാനവാസിനെ, അക്ബറിനെ. ബ്രില്യന്റ് ആയിട്ടുള്ള നീക്കാണ്. കാരണം ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് മുട്ടിയ ആൾക്കാരാണ് ഇവര്. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയായിരുന്നു. ആ സമയത്ത് ഷാനവാസ് ഒനീലിന്റെ കൂടെയും പിന്നെ അക്ബർ ഇവർക്ക് എതിരെയായിരുന്നു. ഇപ്പതാ അവർക്ക് വേണ്ടി കളിക്കാൻ അക്ബറും ഷാനവാസും ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിക്കുന്നു. അതായത് ഒണിയലിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഇവരുടെ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാട്ടോ. ഇവര് മുടക്കൊണ്ടെങ്കിലും കണ്ടസ്റ്റൻസിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആ സാധനം. അത് ബ്രില്യൻസ് കൂടിയാണ്. അത് അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഗെയിമായിട്ട് മാത്രം കണ്ടിട്ട് പോയാൽ മതി. ഗെയിമിന്റെ സമയത്ത് ഇവർ എന്തും കാണിക്കും, എന്തും പറയുകയൊക്കെ ചെയ്യും.
കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെയാണ്. പിന്നെ കുറ്റം പറയുന്നുണ്ടാവും അതൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു രസമുണ്ട്. അതെ. പിന്നെ ഈ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇവിടെയുള്ള സുഗമമായ നിൽപ്പിനും പുറത്തു പോകലിനും ഇത് കാരണമായേക്കാം ഈ ഗെയിം. അതായത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാര് അതായത് മോശമായി കളിച്ച് മനഃപൂർവ്വം ഇവരെ പുറത്താക്കാൻ വേണ്ടി കളിച്ചാൽ ഇവർക്ക് പണി കിട്ടി. അല്ലാതെ അവർക്ക് കളിക്കുകയും ചെയ്യാം, അതിനും കൂടെ ഒരു ലൈസൻസും കൂടിയാണ്. അല്ലാണ്ട് ഇവർക്ക് വേണ്ടി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെങ്ങനെ പുറത്താക്കാം എന്ന് നോക്കിയിട്ടും കളിക്കാം. അങ്ങനെയുള്ള കളി വേണമെങ്കിൽ കളിക്കാം, അതും പ്രതീക്ഷിക്കണം. അതെ. പിന്നെ അനീഷാണ് സെലക്ട് ചെയ്തത്. ഇതും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു നീക്കാണ്, ഗംഭീര സാധനം. അപ്പാനിശരത്തിന് അതെ. നമ്മുടെ അനുമോള്, ഈ അനുമോള് പിന്നെ എതിരാളിയാണെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നില്ല. അതായത് അനീഷിന് തൊണ്ട കീറി സൗണ്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പോലും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളാണ് അനുമോള്. അപ്പൊ ആ ഒരു സ്നേഹം ആൾക്ക് അറിയാം, ആ ഒരു രീതിയിലായിരിക്കാം അനുമോളെ എടുത്തത്. പക്ഷെ അപ്പാനീശ്വരത്തിന് അത് പൊളിച്ചു. അതെന്തായാലും അടിപൊളിയായിരുന്നു. അതെ, അപ്പാനീശ്വരത്ത് എന്തായാലും ഇനി കളിക്കലും മസ്റ്റാണ്. അതായത് പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ എന്താവും, അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ കിട്ടുന്ന അനുസരിച്ചും കൂടി ഉണ്ട് കേട്ടോ, അതൊരു കാര്യം. അതായത് ഇവർക്ക് ഓരോരുത്തരെ എടുക്കാനുള്ള ഇവരാദ്യം തന്നെ ആരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം റേന ഇങ്ങനത്തെ ഒരു സാധനം വന്നപ്പോ തന്നെ റേന ഫസ്റ്റ് കയറിയിട്ട് ചാടി പറഞ്ഞു. അതെ അതെ, മറ്റവരെ രണ്ടുപേരുടെയും പേര്. പിന്നെ അവരെ മറ്റവർക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ രീതി കൂടി ഉണ്ട് കേട്ടോ. സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് പിന്നീട് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് രേണുസുതിക്കാണ്. രേണുസുതിക്ക് കൂടെ വന്നിട്ടുള്ളത് മത്സരിക്കാൻ വരുന്നത് ഒന്ന് പിന്നെ ശൈത്യാണ്. അതായത് ശൈത്യ പറയുന്നുണ്ട്, ശൈത്യ അതിനുശേഷം പുറത്തു നിന്നിട്ട് പറയുന്നുണ്ട്, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റുള്ളവരെല്ലാം ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഫിസിക്കൽ ഗെയിം ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചെടുത്തു. പിന്നെ അവസാനം ചേച്ചിക്ക് കിട്ടിയത് ഞങ്ങളെ രണ്ടുപേര്. അപ്പൊ ഞങ്ങൾ മോശമാണെന്നാണല്ലോ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അവര് തന്നെ പറയുന്നു. പക്ഷെ അതൊരു പോസിറ്റീവ് സാധനം കൂടിയാണ് കേട്ടോ. അത് ചേച്ചിക്ക് വേണ്ടി ഞങ്ങള് ഇത് ജയിച്ച് കാണിക്കും എന്നുള്ളൊരു സാധനം, ഒരു വാശി ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ചേച്ചിന്റെ മാത്രല്ല ഞങ്ങളുടെ കൂടി അഭിമാന പോരാട്ടമാണെന്നാണ് ഇപ്പം ഗെയിം മാറും. അതെ അതെ അതെ. അവിടെ ഒരു ചെറിയൊരു എന്താ പറയാ, രേണുസുധീനെ ചതിക്കൂല എന്നുള്ളൊരു സാധനം അതിനകത്ത് അവര് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ശാരിക എടുത്തത് മറ്റേ സരിക എടുത്തിട്ടുണ്ടായിരുന്നു. അഭിലാഷിനെയും പിന്നെ അഭിലാഷ് നല്ല ഫിസിക്കൽ ടാസ്ക് അടിപൊളിയാ, നന്നായിട്ട് കളിക്കും. പിന്നെ അഭിലാഷും നെവിനും. അതാണ് ശാരിക വിളിച്ചത് കേട്ടോ. മറ്റത് സരികയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ആദില നൂറ ബിന്നിന്. ഓക്കെ, ഇങ്ങനെയാണ് ഓരോരുത്തരും തെരഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള നല്ല കൊഴുക്കുന്ന കളിയാണ് കളിക്കാൻ പോകുന്നത്. നല്ല ചെളിയിലെ കടന്നു ശരിക്കും കൊഴുക്കും. എന്താണെങ്കിലും ഇപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോ തുടങ്ങും. പക്ഷെ ശരിക്കും കൊഴുക്കാൻ പോകുന്നത് മിക്കവാറും ജിസലിനായിരിക്കും. ജിസല് നേരെ താഴേക്ക് പോകട്ടോ. ജിസലിന്റെ ആ ഒരു സ്വഭാവം അത്ര നല്ലതാന്ന് പറയാൻ പറ്റില്ല. ആൾക്ക് ഫുഡ് പോലും വേണ്ട, പക്ഷെ മേക്കപ്പ് ആൾക്കതിന് തീരെ കോൺഫിഡൻസ്. കോസ്റ്റ്യൂമുകൾ ഉണ്ടല്ലോ, അതില് ഭയങ്കര, അതിലിടുമ്പോഴാണ് ആള് കോൺഫിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ബിഗ് ബോസിന്റെ നിയമത്തിന്റെ തെറ്റാണ്. ഇപ്പോഴും അത് എതിർത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര പ്രശ്നം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യും. അതിന് നല്ല 8ന്റെ പണിയും കിട്ടും, 8ന്റെ 7ന്റെ പണിയും കിട്ടും. വാണിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആളിപ്പോ ഓരോന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആളുടെ കോസ്റ്റ്യൂം ആള് തന്നെ വലിച്ചു കീറി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് അനുമോള് കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അനുമോളോട് ജിസേല് പറഞ്ഞത് വളരെ മോശമാണ്. അതായത് ഞങ്ങൾ ഹൈറ്റ് ഉള്ളവർക്ക് അത് കീറും, നീ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞും ചെയ്തു. അത് ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേമിങ് കൂടിയാണ്. സത്യമായിട്ടും അങ്ങനത്തെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ജിസേൽ എന്തായാലും ഈ പോക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. നന്നായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഗെയിമും എല്ലാം നന്നായിട്ട് കളിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ആൾക്ക് ഈ ഒരു സാധനം, ബിഗ് ബോസ് ഇതൊരു അഡിക്ഷനാണ്. ഈ മേക്കപ്പ് ഇങ്ങനെ ഇട്ടിറങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്തോ ഒരു കുറവുണ്ട് എന്നൊക്കെ തോന്നുന്നത്. അവര് പറയുന്നതിനകത്തും കാര്യമുണ്ട്. അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം. അവരങ്ങനെ നിക്കുക എന്നുള്ളതാണല്ലോ അവിടെ കൊടുക്കുന്ന ചലഞ്ച്. പിന്നെ മറ്റുള്ളവരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ആൾക്ക് മാത്രം എത്ര പ്രത്യേകത എന്നുള്ള ചോദ്യം വരും. എന്തായാലും അത് മോശമാണെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെ ഇതിപ്പോ സാധാരണ അത് കണ്ടെത്തി ബിഗ് ബോസ് ഒക്കെയാണ് അത് കണ്ടെത്തി പുറത്തിടുന്നത്. പക്ഷെ ഇന്ന് മത്സരാർത്ഥികൾ തന്നെ എതിരാവുന്നു. അനുമോൾക്ക് അതിനൊരു പ്ലസ് പോയിന്റ് കിട്ടും. അതെന്തായാലും ബിഗ് ബോസിന്റെ അടുത്തുനിന്നേ. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നലെയും കൂടി ഇത് പൊക്കിയതേ ഉള്ളൂ.
ഇന്നലെ ഇത് ബിഗ് ബോസ് തന്നെ നിർത്താൻ പോവാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായതും ഇതിന്റെയൊക്കെ പേര് തന്നെയാണ്. അതാണ് ഇത് ഡ്രസ്സ് എടുത്ത് പാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഡ്രസ്സ് വലിച്ചു കീറി എന്നിട്ട് അത് ഇടാൻ പറ്റില്ല എന്നുള്ളത്. എന്നിട്ട് സ്വന്തം ഡ്രസ്സല്ല കൊടുത്തത്, എന്നിട്ട് മറ്റേത് എടുത്തിട്ടു. അപ്പൊ അത് കീറിയതുകൊണ്ടാണ് ഇടാത്തത് എന്ന് പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ അത് തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം ബാക്കിയുള്ളതൊക്കെ. അടച്ചോനെ എന്തൊക്കെ കാണേണ്ടി വരുമോ ബിഗ് ബോസിൽ. ബൈ.